Hi students, welcome back to our biology class. Today we are going to start with a new topic, that is some common human diseases caused by microorganisms. Okay. നമുക്കറിയാം മൈക്രോ ഓർഗാനിസം പല ടൈപ്പ് ഡിസീസസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഡിസീസസ് ആണ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്നത്, അതിന്റെ കോസേറ്റീവ് മൈക്രോ ഓർഗാനിസംസ് ഏതാണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് അത് പകരുന്നത്, പിന്നെ പ്രിവെന്റീവ് മെത്തേഡ്സ് എന്തൊക്കെ, പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് മെത്തേഡ്സ് എങ്ങനെയൊക്കെ നമുക്കത് പ്രിവെന്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഈ കൊറോണ സമയത്ത് നമുക്കറിയാം കൊറോണ ഡിസീസ് എങ്ങനെയാണ് അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, വൈറസ് ആണ് അല്ലേ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എയർ അല്ലേ? എയറിലൂടെ, അതുപോലെ ടച്ചിങ്ങിലൂടെ, ഇങ്ങനെയൊക്കെയാണ് കൊറോണ പകരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. Human diseases. Can you see this? Human diseases. First one is tuberculosis, and causative microorganism is bacteria. Mode of transmission is air, and preventive measures എങ്ങനെയാണ്, keep the patient in complete isolation, keep the personal belongings of the patient away from those of the others. അതായത് പേഴ്സണെ, അതായത് ഏത് പേഴ്സണാണോ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ളത് ആ പേഷ്യൻറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യണം, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ കീപ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അയാൾ ഉപയോഗിച്ച വസ്തുക്കളെല്ലാം തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാതെ ഉണ്ട്, മറ്റുള്ള ആൾക്കാർക്ക് അതൊന്നും ടച്ച് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ പറയുന്നതാണ് വാക്സിനേഷൻ ടു ബി ഗിവൺ അറ്റ് സ്യൂട്ടബിൾ ഏജ്, അതായത് സമയാസമയത്ത് വാക്സിനേഷൻ എടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ട്യൂബർക്കുലോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. മീസൽസ്, നെക്സ്റ്റ് ഈസ് മീസൽസ്. മീസൽസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എയർ ആണ്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ട്യൂബർക്കുലോസിസിന് സെയിം ആണ്. അതുപോലെ ചിക്കൻ ബോക്സിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എയർ ഓർ കോണ്ടാക്റ്റ്, എയറിലൂടെ അല്ലെ കോണ്ടാക്റ്റിലൂടെയാണ് ചിക്കൻ ബോക്സ് പകരുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കീപ് ദ പേഷ്യൻറ്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ, ഒരു മുറിയിൽ ഒറ്റയ്ക്ക് നമ്മളെ പേഴ്സണെ അല്ലെ പേഷ്യൻറ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദ പേഷ്യൻറ്റ് അവേ ഫ്രം ദോസ് ഓഫ് ദ അതേഴ്സ്, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പേഷ്യൻ്റ് ഉപയോഗിച്ച വസ്തുക്കളെല്ലാം തന്നെ മാറ്റുക. അതുപോലെ വാക്സിനേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് ചിക്കൻ ബോക്സിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പോളിയോയും കോസേറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. മീസൽസ്, ചിക്കൻ ബോക്സ്, പോളിയോ, ഇതിൻ്റെ മൂന്നിൻ്റെയും കോസേറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. ട്യൂബർക്കുലോസിസിൻ്റെ ബാക്ടീരിയ ആണ്. പോളിയോയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എയറിലൂടെയോ വാട്ടറിലൂടെയാണ് പോളിയോ പകരുന്നത്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസിൻ്റെ അതേ പ്രിവെൻറ്റീവ് മെഷേഴ്സ് തന്നെയാണ്. നമുക്കറിയാം പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുക, അതുപോലെ വാക്സിനേഷൻ കൊടുക്കുക, ഇതൊക്കെയാണ്. അല്ല നെക്സ്റ്റ് കോളറയുടെ കോസേറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വാട്ടറിലൂടെയോ ഫുഡിലൂടെയാണ് പകരുന്നത്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക, അതുപോലെ ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ്, കൺസ്യൂം പ്രോപ്പർലി കുക്ക്ഡ് ഫുഡ്, അതായത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക, ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, വാക്സിനേഷൻ, ഇതൊക്കെയാണ് കോളറയുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ടൈഫോയിഡും അത് തന്നെയാണ്. ടൈഫോയിഡിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വാട്ടറാണ്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് കോളറയ്ക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ അടുത്ത ഹ്യൂമൻ ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയുടെ കോസേറ്റീവ് മൈക്രോ ഓർഗാനിസം വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വാട്ടറാണ്. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ
നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡ്രിങ്ക് ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് വാക്സിനേഷൻ, അതായത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, വാക്സിനേഷൻ, ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മലേറിയ. മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം പ്രോട്ടോസോവയാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് മൊസ്കിറ്റോയാണ്, കൊതുകാണ് മലേറിയ പരത്തുന്നത്. അല്ല, യൂസ് മോസ്കിറ്റോ നെറ്റ് ആൻഡ് റിപ്പല്ലൻസ്, മോസ്കിറ്റോ നെറ്റ് അതുപോലെ റിപ്പല്ലൻസ് ഒക്കെ യൂസ് ചെയ്യുക. സ്പ്രേ ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യുക. ആൻഡ് കൺട്രോൾ ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോ ബൈ നോട്ട് അലോയിങ് വാട്ടർ ടു കളക്ട് ഇൻ ദ സറൗണ്ടിങ്സ്, അതായത് നമ്മുടെ ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ നമ്മൾ കളയുക. ഇപ്പോൾ ഏതെങ്കിലും പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ തുറന്നിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കളഞ്ഞ് നല്ല ക്ലീനാക്കി വേണം നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ. Next is disease causing microorganism and several microorganisms not only cause diseases in humans and plants, അതായത് മനുഷ്യരിലും മാത്രമല്ല ഈ ഡിസീസ്, മനുഷ്യരിലും പ്ലാന്റ്സിലും മാത്രമല്ല ഈ മൈക്രോ ഓർഗാനിസംസ് ഡിസീസ് കോസ് ചെയ്യുന്നത്, അത് ആനിമൽസിലും ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ബാക്ടീരിയ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് കോച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1876 1876 റോബർട്ട് കോച്ചാണ് ബാക്ടീരിയ ഡിസ്കവർ ചെയ്തത്. റോബർട്ട് കോച്ച് 1976 ഡിസ്കവേർഡ് ബാക്ടീരിയ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ്. കണ്ടുപിടിച്ച ബാക്ടീരിയത്തിൻ്റെ പേരാണ് ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ കണ്ടുപിടിച്ച റോബർട്ട് കോച്ചാണ്. ആന്ത്രാക്സ് ഡിസീസ് കോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആന്ത്രാക്സ് ഡിസീസിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഈ ബാസിലസ് ആന്ത്രാസിസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് സം കോമൺ പ്ലാന്റ് ഡിസീസസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Can you say this? Some common plant diseases caused by microorganism. Plant disease first is citrus canker. Microorganism bacteria ആണ്. Mode of transmission എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് റസ്റ്റ് ഓഫ് വീറ്റ്. അതിൻ്റെ മൈക്രോ ഓർഗാനിസം ഫഞ്ചൈ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എയർ, സീഡ്, ഇതിലൂടെയാണ് അത് പകരുന്നത്. പിന്നെ യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ബിഹന്തി, ഒക്ര, അതിൻ്റെ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇൻസെക്റ്റ് ആണ്. നിങ്ങൾ ഈ ടേബിൾ ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഈസ് ഫുഡ് പോയ്സണിങ്. ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസം ദാറ്റ് ഗ്രോ ഓൺ അവർ ഫുഡ് സംടൈംസ് പ്രൊഡ്യൂസ് ടോക്സിക് സബ്സ്റ്റൻസസ്. These make the food poisonous, causing serious illness and even death. മൈക്രോ ഓർഗാനിസം നമ്മുടെ ഫുഡിൽ വളരുകയും അതിലൂടെ നമ്മുടെ ഫുഡ് ടോക്സിക് ആവുകയും ചെയ്യുന്നു. ആ ടോക്സിക് ആകുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഇൽനസ് ഉണ്ടാവുകയും അത് ഡെത്തിന് തന്നെ കാരണമാവുകയും ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫുഡ് പോയ്സണിങ്? മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ ഓൺ അവർ ഫുഡ് sometimes produce toxic substances. These make the food poisonous and causing serious illness and even death. Very important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫുഡ് പോയ്സണിങ്? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാം? ഹൗ ഡു വി പ്രിസർവ് കുക്ക്ഡ് ഫുഡ് അറ്റ് ഹോം? നമ്മൾ എങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? You know that the microorganisms spoil our food. നമുക്കറിയാം മൈക്രോ ഓർഗാനിസം നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിനെ സ്പോയിലാക്കും. സ്പോയിൽഡ് ഫുഡ് എമിറ്റ്സ് ബാഡ് സ്മെൽ ആൻഡ് ഹാസ് എ ബാഡ് ടേസ്റ്റ് ആൻഡ് ചേഞ്ച്ഡ് കളർ. നമുക്കറിയാം സ്പോയിലായിട്ടുള്ള ഫുഡിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ബാഡ് സ്മെല്ല് വരും. അതുപോലെ തന്നെ ബാഡ് ടേസ്റ്റ്, ഒരു അഴുക്ക് ടേസ്റ്റ് ആയിരിക്കും. ആൻഡ് ചേഞ്ച്ഡ് കളറൊക്കെ വ്യത്യാസം വരും. അതെന്തുകൊണ്ടാണ്? മൈക്രോ ഓർഗാനിസം ഈ ഫുഡിൽ വളരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. ഓക്കെ. കോമൺ മെത്തേഡ്സ് ഓഫ് പ്രിസർവിങ് ഫുഡ് ഇൻ അവർ ഹോം. ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡാണ്. സോൾട്സ് ആൻഡ് എഡിബിൾ ഓയിൽസ് ആർ ദ കോമൺ കെമിക്കൽസ്. ഓക്കെ. കോമൺ കെമിക്കൽസ് generally used
to check the growth of microorganism. Therefore, they are called preservatives. Salt, edible oils ഇതെല്ലാം preservatives ആണ്. അതുപോലെ തന്നെ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ബെൻസോയേറ്റ് അതുപോലെ സോഡിയം മെറ്റാ ബൈസൾഫേറ്റ് ആർ കോമൺ പ്രിസർവേറ്റീവ്സ്. കോമൺ പ്രിസർവേറ്റീവ്സ് ആണ് സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാ ബൈസൾഫേറ്റും. ദീസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ ജാംസ്, സ്ക്വാഷസ് ടു ചെക്ക് ദെയർ സ്പോയിലേജ്. ജാമും സ്ക്വാഷും ഒക്കെ കേടുകൂടാതെ കൊണ്ട് സൂക്ഷിക്കുന്നതാണ് സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാ ബൈസൾഫേറ്റും ഒക്കെ ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് ഈസ് പ്രിസർവേഷൻ ബൈ കോമൺ സോൾട്ട്. കോമൺ സോൾട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? മീറ്റ് ആൻഡ് ഫിഷ് ആർ കവേർഡ് വിത്ത് ഡ്രൈ സോൾട്ട് ടു ചെക്ക് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. മീറ്റ്, ഫിഷ് ഇതെല്ലാം നമ്മളെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? സോൾട്ട്, ഡ്രൈ സോൾട്ട് ഇട്ടാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. സോൾട്ടിങ് ഈസ് ഓൾസോ യൂസ്ഡ് ടു പ്രിസർവ് ആംല, റോ മാംഗോസ്, ടാമറിൻഡ്. നിങ്ങൾ കണ്ടിട്ടില്ലേ വീട്ടിൽ നെല്ലിക്ക, മാങ്ങ ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്നാ മൈക്രോ ഓർഗാനിസംസ് ഒന്നും വളരാതെ കൊണ്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് പ്രിസർവേഷൻ ബൈ ഷുഗർ. പ്രിസർവേഷൻ ബൈ ഷുഗർ. Jams, jellies and squashes are preserved by sugar. Sugar reduces the moisture content which inhibits the growth of bacteria and spoil food. അതായത് ഷുഗർ ഉപയോഗിച്ച് നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട്, ഫുഡ് പ്രിസർവ് ചെയ്യാറുണ്ട്. ഏതൊക്കെ ഫുഡാണ്? ജാംസ്, ജെല്ലീസ് ഇതെല്ലാം തന്നെ പ്രിസർവ് ചെയ്യുന്നത് ഷുഗർ ഉപയോഗിച്ചാണ്. ഷുഗർ ഈ ഫുഡിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ വലിച്ചെടുത്തിട്ട് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രിസർവേഷൻ ബൈ ഓയിൽ ആൻഡ് വിനെഗർ. ഓയിലും വിനെഗറും ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? യൂസ് ഓയിൽ ആൻഡ് വിനെഗർ പ്രിവെൻറ്റ്സ് ദ സ്പോയിലേജ് ഓഫ് പിക്കിൾസ് ബിക്കോസ് ബാക്ടീരിയ കനോട്ട് ലീവ് ഇൻ സച്ച് എൻവയോൺമെൻറ്റ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ് ആൻഡ് മീറ്റ് ആർ ഓഫൺ പ്രിസർവ്ഡ് ബൈ ദിസ് മെത്തേഡ്. വെജിറ്റബിൾസും ഫിഷും ഫ്രൂട്ട്സും എല്ലാം നമ്മൾക്ക് വിനെഗറും ഓയിലും ഉപയോഗിച്ച് പ്രിസർവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് യുവർ മദർ ബോയിലിംഗ് മിൽക്ക് ബിഫോർ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഓർ യൂസ്ഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വീട്ടിൽ അമ്മയൊക്കെ നമ്മൾ പാൽ ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ടത് തിളപ്പിക്കും. എന്തുകൊണ്ടാണ്? ബോയിലിംഗ് കിൽസ് മെനി മൈക്രോ ഓർഗാനിസം. ബോയിലിങ്ങിലൂടെ ഒരുപാട് മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. സിമിലർലി വി കീപ്പ് അവർ ഫുഡ് ഇൻ ദ റെഫ്രിജറേറ്റർ. അതുപോലെ തന്നെയാണ് നമ്മൾ റെഫ്രിജറേറ്ററിൽ ഫുഡ് സൂക്ഷിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ലോ ടെമ്പറേച്ചർ ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. ലോ ടെമ്പറേച്ചറിലും മൈക്രോബ്സ് വളരത്തില്ല. ഓക്കെ. നെക്സ്റ്റ് ഈസ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് topic. What is pasteurization? The milk is heated to about 70 degrees Celsius for 15 to 30 seconds and then suddenly chilled and stored. By doing so, it prevents the growth of microbes. This process was discovered by Louis Pasteur. So it is called pasteurization. Pasteurization എന്ന് പറഞ്ഞാൽ the milk is heated to about 70 degrees Celsius. 70 ഡിഗ്രി സെൽഷ്യസിൽ മിൽക്ക് നന്നായിട്ട് തിളപ്പിക്കുന്നത് എത്ര സെക്കൻഡ്സ് തിളപ്പിക്കണം? 15 to 30 സെക്കൻഡ്സിൽ നമ്മൾ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് തിളപ്പിക്കണം. ആൻഡ് ദെൻ സഡൻലി ചിൽഡ് ആൻഡ് സ്റ്റോർഡ്. എന്നിട്ട് ഇത് നന്നായിട്ട് ആറിയ ശേഷം നന്നായിട്ട് ചിൽഡ് ചെയ്ത് സ്റ്റോർ ചെയ്യണം. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. ഓക്കെ. പാസ്ചറൈസേഷൻ was discovered by Louis Pasteur. Louis Pasteur എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് ഈ മെത്തേഡിന് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. മിൽക്ക് 70 ഡിഗ്രി സെൽഷ്യസിൽ 50 to 30 സെക്കൻഡ്സ് വരെ നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് സഡൻലി chilled and stored. This method is called pasteurization. It is very important. Next is nitrogen fixation. Nitrogen fixation എന്താണെന്ന് നോക്കാം. You have learned about bacterium rhizobium.
റൈസോബിയം ബാക്ടീരിയത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് 6ലും ക്ലാസ് 7ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഫിക്സേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദ ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പൾസസ്, പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെയൊക്കെ റൂട്ട് നൊഡ്യൂൾസിൽ കാണുന്നതാണ് റൈസോബിയം ബാക്ടീരിയ. Rhizobium lives in the roots nodules of leguminous plants such as beans and peas. പയർ വർഗത്തിലുള്ള ചെടികളാണ്. with which it has symbiotic relationship. Sometimes nitrogen gets fixed through the action of lightning. അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ലൈറ്റനിങ്, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് സോയിലെത്തുന്നു. But you know that the amount of nitrogen in the atmosphere remains constant. പക്ഷേ ഇത് സോയിലെത്തിയാലും അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ്റെ അളവെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ലെറ്റ് us understand this is in the next session. ഓക്കെ, അപ്പോൾ നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവർ അറ്റ്മോസ്ഫിയർ ഹാസ് 78% ഓഫ് നൈട്രജൻ ഗ്യാസ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 78% എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ 78% എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. Nitrogen is one of the essential constituent of all living organisms as a part of proteins, chlorophyll, nucleic acid and vitamins. ഇതിൻ്റെ എല്ലാം ഒരു പാർട്ടാണ് നൈട്രജൻ എന്ന് പറയുന്നത്. The atmospheric nitrogen cannot be taken directly by plants and animals. Atmospheric nitrogen പ്ലാന്റ്സിനും ആനിമൽസിനും ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. Certain bacteria and blue-green algae present in the soil fix the nitrogen from the atmosphere and convert it into compounds of nitrogen. അതായത് റൈസോബിയം പോലുള്ള ബാക്ടീരിയയും ബ്ലൂ-ഗ്രീൻ ആൽഗയും ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Once nitrogen is converted into these usable compounds, it can be utilized by plants from the soil through their root system. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ്റെ കമ്പൗണ്ട്സ് ആക്കി മാറ്റിയതിന് ശേഷം പ്ലാന്റ്സും ആനിമൽസും ഇതിനെ യൂസ് ചെയ്യുന്നു. പ്ലാന്റ്സ് അതിൻ്റെ റൂട്ട് സിസ്റ്റം ഉപയോഗിച്ച് ഇതിനെ അബ്സോർബ് ചെയ്യുന്നു. നൈട്രജൻ ഈസ് ദെൻ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്ലാന്റ് പ്രോട്ടീൻസ് ആൻഡ് അതർ കോമ്പൗണ്ട്സ്. Animals feeding on plants get these proteins and their nitrogen compounds. അതായത് ആനിമൽസ് ഈ പ്ലാന്റ്സിനെ കഴിക്കുമ്പോഴത്തേനും ആനിമൽസിലും ഈ നൈട്രജൻ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ എത്താറുണ്ട്. When plants and animals die, പ്ലാന്റ്സും ആനിമൽസും നശിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവ ചത്തു കഴിയുമ്പോഴത്തേന് ബാക്ടീരിയ ആൻഡ് ഫംഗൈ പ്രസൻറ്റ് ഇൻ ദ സോയിൽ കൺവേർട്ട് ദ നൈട്രോജീനസ് വേസ്റ്റ് ഇൻറ്റു നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ടു ബി യൂസ്ഡ് ബൈ പ്ലാന്റ്സ് അഗെയിൻ. ഈ പ്ലാന്റ്സും ആനിമൽസും നശിച്ചു കഴിയുമ്പോൾ അവയുടെ ശരീരത്തിലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെ ബാക്ടീരിയ എങ്ങനെയാക്കുന്നു? നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. അങ്ങനെ വീണ്ടും പ്ലാന്റ്സിന് യൂസ് ചെയ്യാം. Certain other bacteria convert some part of them into നൈട്രജൻ ഗ്യാസ്. കുറച്ച് ബാക്ടീരിയ ആ നൈട്രജൻ ഗ്യാസ് ആയിട്ട് മാറ്റുകയും വിച്ച് ഗോസ് ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഇത് അറ്റ്മോസ്ഫിയറിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദ പെർസെൻറ്റേജ് ഓഫ് ദ നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ റിമെയിൻസ് മോർ ഓർ ലെസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ ഈ നൈട്രജൻ്റെ അളവ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ നൈട്രജൻ സൈക്കിൾ. Can you see this? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ലൈറ്റനിങ്ങിലൂടെ സോയിലിൽ വരുന്നു. കമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ഇൻ ദ സോയിൽ. അവിടെ വെച്ച് ബാക്ടീരിയ ഈ നൈട്രജനെ പ്രവർത്തിച്ച് നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് അപ്ടേക്ക് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സ് അത് യൂട്ടിലൈസ് ചെയ്യുന്നു. ആ പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസ് ഈ പ്ലാന്റ്സിനെ കഴിക്കുന്നതിലൂടെ ആനിമൽസിലെത്തുന്നു. ആനിമൽസിൽ നിന്ന് നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം ദ എക്സ്ക്രീഷൻ ആൻഡ് ഡെത്ത്. അതായത് ഈ ആനിമൽസും പ്ലാന്റ്സും നശിച്ചു കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ വേസ്റ്റിലൂടെ നൈട്രോജീനസ് വേസ്റ്റ് ആയിട്ട് പിന്നെ സോയിലെത്തുന്നു. സോയിലിൽ നിന്ന് ബാക്ടീരിയ ടേൺ കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ഇൻറ്റു നൈട്രോജീനസ് ഗേഷ്യസ് നൈട്രജൻ.
ബാക്ടീരിയ ഈ നൈട്രജൻ കോമ്പൗണ്ട്സിനെ ഗേഷ്യസ് ഫോമിലാക്കി അത് നേരെ അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അതുപോലെ തന്നെയാണ് ഇതും. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അവിടെ നിന്ന് ബാക്ടീരിയ ടേൺ ഫിക്സ് നൈട്രജൻ ഇൻറ്റു നൈട്രോജീനസ് കോമ്പൗണ്ട്സ്. ആ കോമ്പൗണ്ട്സ് സോയിലെത്തുന്നു. അത് പ്ലാന്റ്സ് അപ്ടേക്ക് ചെയ്യുന്നു. പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിൽ വരുന്നു. ഈ പ്ലാന്റ്സും ആനിമൽസും നശിച്ച് കഴിയുമ്പോഴത്തേന് ഈ നൈട്രോജീനസ് കോമ്പൗണ്ട്സ് പിന്നെ സോയിലെത്തുന്നു. അവിടെ നിന്ന് ബാക്ടീരിയ ഈ നൈട്രോജീനസ് കോമ്പൗണ്ട്സിനെ ഗ്യാസ് ആക്കി പിന്നെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് നൈട്രജൻ സൈക്കിൾ. You study well. We will meet in the next class. Thank you.